എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ടൂട്ടി ഫ്രൂട്ടി ആണ്. അപ്പോൾ ഇനി മുതൽ കടയിൽ നിന്നും ടൂട്ടി ഫ്രൂട്ടി വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഈ വലിപ്പത്തിലുള്ള ഒരു പച്ചപ്പപ്പായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഭാഗം കത്തി ഉപയോഗിച്ചൊന്ന് മുറിച്ചു മാറ്റാം. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും മുറിച്ചു മാറ്റാം. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാം ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ഈ പപ്പായ കഷ്ണങ്ങൾ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ രീതിയിൽ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് പഞ്ചസാര നന്നായി അലിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ പഞ്ചസാര നന്നായി അലിഞ്ഞ് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച് പപ്പായയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പപ്പായയുടെ കഷ്ണങ്ങളിലേക്ക് ഈ പഞ്ചസാര ലൈൻ നന്നായി പിടിച്ചു വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ അതാ പകുതിയോളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിക്ക് കിട്ടുക ഈ സമയത്ത് വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 3 ബൗളിലേക്ക് തുല്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 3 കളേഴ്സാണുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് 3 ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ ബൗളിലേക്കും തുല്യ അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫസ്റ്റ് ബൗളിലേക്ക് റെഡ് കളർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ബൗളിലേക്ക് ഗ്രീൻ കളർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ബൗളിലേക്ക് ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 12 മണിക്കൂർ നന്നായിട്ട് കവർ ചെയ്ത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇതാ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പപ്പായയിലേക്ക് ആ കളേഴ്സും ഷുഗർ സിറപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചുണ്ടാകുന്ന ഓരോ ഡിഷസും നല്ല കളർഫുൾ ആക്കി നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇത് ഓരോന്നും ഞാൻ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതാ എല്ലാം ഞാനിതാ ഇതുപോലെ ഒന്ന് ഒപ്പിയെടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ടിഷ്യൂ ഒക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ എല്ലാം ഡ്രൈ ആക്കി ടിഷ്യൂ ഒക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിങ്ങിലേക്ക് കടക്കാം. ഒരു ബൗളിലേക്ക് ആദ്യം ഓറഞ്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ഗ്രീൻ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് റെഡ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്